നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതുവർഷം ആരംഭിക്കുവാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിവസം വളരെ ലളിതമായി ലഭിക്കുന്ന ഈ ഒരു വസ്തു വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ വർഷം മുഴുവനും കുടുംബത്തിൽ തടസ്സമില്ലാത്ത രീതിയിൽ പണവരവ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ വലിയ ഭാഗ്യവും നമുക്ക് വന്നു ചേരുന്നതാണ്. നമ്മുടെ ചാനലിൽ തുടർച്ചയായി ഓരോ ഇംഗ്ലീഷ് മാസ ആരംഭ ദിവസവും അതുപോലെ തന്നെ മലയാള മാസത്തിലെ ആദ്യത്തെ ദിവസവും ആ ദിവസത്തെ നക്ഷത്രം ഏത് ദിവസമാണത്, അതുപോലെ തന്നെ അന്നേ ദിവസത്തെ തിഥി ഏതാണ്, അതിനനുസരിച്ച് അന്നേ ദിവസം വാങ്ങേണ്ട പണവശ്യ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് 2024 ജനുവരി 1-ാം തീയതി നമ്മൾ വാങ്ങേണ്ട ഈ വസ്തുക്കളിലൂടെ നമുക്ക് പണവരവും മാത്രമല്ല, അതിലൂടെ വർഷം മുഴുവനും സന്തോഷവും മനസമാധാനവും അതിനോടൊപ്പം തന്നെ ഭാഗ്യവും വന്നു ചേരുന്നതാണ്. 2024 പുതുവർഷ ആരംഭ ദിവസം 5 വസ്തുക്കളാണ് വാങ്ങേണ്ടത്. ഇനി ഈ 5 വസ്തുക്കളും വാങ്ങണമെന്ന് നിർബന്ധമില്ല. 5 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം വാങ്ങിയാൽ മതിയാകും. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണവശ്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ഇനി ഈ വസ്തുക്കൾ വാങ്ങുവാൻ പ്രത്യേകമായ സമയമൊന്നുമില്ല. ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ച ദിവസം മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ വസ്തുക്കൾ വാങ്ങാവുന്നതാണ്. ഇനി ജനുവരി 1-ാം തീയതി പുതുവർഷ ആരംഭ ദിവസത്തിൽ വാങ്ങേണ്ട ആ വസ്തുക്കൾ ഏതാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനുവരി 1-ാം തീയതി പുതുവർഷ ആരംഭ ദിവസത്തിൽ നമ്മൾ വാങ്ങേണ്ട ആദ്യത്തെ വസ്തുവാണ് മയിൽപീലി. മയിൽപീലി ഉള്ളിടത്ത് യാതൊരു തരത്തിലുള്ള ദുഷ്ടശക്തികളും നിലനിൽക്കുന്നതല്ല. മയിൽപീലി ഉള്ളിടത്ത് ദുഷ്ടശക്തികളും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തുരത്തി ഓടിക്കുന്നതാണ്. മാത്രമല്ല മയിൽപീലി ഉള്ളിടത്ത് ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതുമാണ്. സാക്ഷാൽ മുരുക ഭഗവാന്റെ വാഹനമാണ് മയിൽ എന്നത്. മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ തിരുമുടിയിൽ ചൂടിയിരിക്കുന്നതും മയിൽപീലിയാണ്. അത്രയധികം ഉയർന്ന അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് മയിൽപീലി എന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പവിത്രമായ മയിൽപീലി 2024 പുതുവർഷ ആരംഭ ദിവസം വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇനി മയിൽപീലി വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 മയിൽപീലിയാണ് വാങ്ങേണ്ടത്. ഇനി 3-ൽ കൂടുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വാങ്ങിയ മയിൽപീലി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന അലമാരയിലോ ലോക്കറിലോ വെക്കാവുന്നതാണ്. മയിൽപീലി വെക്കുന്നതിലൂടെ പണവരവ് വർദ്ധിക്കുക മാത്രമല്ല, അതിനോടൊപ്പം ഭാഗ്യവും നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും ഇത്തവണ ജനുവരി 1-ാം തീയതി പുതുവർഷ ആരംഭ ദിവസത്തിൽ മയിൽപീലി വാങ്ങുവാൻ മറന്നു പോകരുത്. ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് ലക്ഷ്മി കുബേര വിഗ്രഹം. ചിലർ കുബേര വിഗ്രഹവും അതുപോലെ തന്നെ ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹവും ഒന്ന് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, കുബേര വിഗ്രഹം വേറെ, ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹവും വേറെയാണ്. 16 തരത്തിലുള്ള സമ്പത്തിനും അധിപതിയായി വിളങ്ങുന്ന യക്ഷദേവനാണ് ശ്രീ കുബേര ഭഗവാൻ. ഇനി കുബേര വിഗ്രഹം വാങ്ങുമ്പോൾ ലക്ഷ്മി കുബേര വിഗ്രഹം വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. വിഗ്രഹം വാങ്ങുമ്പോൾ വളരെ ചെറിയ വിഗ്രഹം വാങ്ങിയാൽ മതിയാകും. എന്നാൽ ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള കുബേര വിഗ്രഹം വാങ്ങുക, അതാണ് പ്രധാനം. ഇനി വാങ്ങിയ കുബേര വിഗ്രഹം വടക്ക് ദിശയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ നോക്കിയിരിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇനി കുബേര വിഗ്രഹം വെക്കുവാൻ പ്രത്യേകമായി പൂജാമുറി വേണമെന്ന നിർബന്ധമില്ല. നിങ്ങൾ ഈശ്വരന്റെ ഫോട്ടോ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. ഇനി വടക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിലേക്കോ കുബേര വിഗ്രഹം വെക്കുവാൻ സാധിക്കാത്തവർക്ക് കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലും കുബേര വിഗ്രഹം വെക്കാവുന്നതാണ്. ജനുവരി 1-ാം തീയതി നിങ്ങളുടെ വീട്ടിൽ കുബേര വിഗ്രഹം വാങ്ങിവെച്ച് ആ വിഗ്രഹത്തിന് മുൻപാകെ ഏതെങ്കിലും ഒരു മധുര വസ്തു നിവേദ്യമായി സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വർഷം മുഴുവനും നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. ഇനി ജനുവരി 1-ാം തീയതി വാങ്ങേണ്ട 3-ാമത്തെ വസ്തുവാണ് കുടുക്ക. കുടുക്ക വാങ്ങുമ്പോൾ മണ്ണുകൊണ്ടുള്ള കുടുക്ക തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇനി മണ്ണുകൊണ്ടുള്ള കുടുക്ക കിട്ടിയില്ല എങ്കിൽ ചെറിയ മൺപാത്രം ഏതെങ്കിലും, അതായത് ചെറിയ മൺകുടമോ അല്ലെങ്കിൽ ചെറിയ മൺകലമോ മണ്ണുകൊണ്ടുള്ള ഗ്ലാസോ വാങ്ങി അതിൽ നാണയത്തുട്ടുകൾ സൂക്ഷിക്കാവുന്നതാണ്. കഴിവതും പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുടുക്കകൾ വാങ്ങാതിരിക്കുക. ഇനി മണ്ണുകൊണ്ടുള്ള കുടുക്ക വാങ്ങുവാൻ സാധിക്കാത്തവർ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലും നാണയത്തുട്ടുകൾ സൂക്ഷിക്കാവുന്നതാണ്. ഇനി മണ്ണുകൊണ്ടുള്ള കുടുക്കയോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ അതുമല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ലഭിക്കാത്തവർ മാത്രം
നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുടുക്ക വാങ്ങാവുന്നതാണ്. ജനുവരി 1-ാം തീയതി പുതിയൊരു കുടുക്ക വാങ്ങുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിൽ ചില താന്ത്രിക വസ്തുക്കൾ ഇട്ടതിന് ശേഷം അതിൽ പണം സൂക്ഷിക്കാവുന്നതാണ്. കുടുക്ക വാങ്ങിയ ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ അത് വയ്ക്കുക. അതിനുശേഷം ആ കുടുക്കയ്ക്കുള്ളിൽ 6 ഏലക്ക ഇടുക. അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം പച്ച കർപ്പൂരവും കുടുക്കയ്ക്കുള്ളിലിടുക. അതിനുശേഷം നിങ്ങളുടെ പക്കലുള്ള ഒരു ചെറിയ തുക അല്ലെങ്കിൽ നാണയമാണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് കുടുക്കയിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും സാധിക്കുമ്പോഴെല്ലാം തന്നെ ആ കുടുക്കയിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന നാണയമാണെങ്കിലും ശരി, രൂപ നോട്ടാണെങ്കിലും ശരി, അത് കുടുക്കയിൽ ഇടാവുന്നതാണ്. പണം സമ്പാദിക്കുന്നതിന് മാത്രമല്ല ഈ രീതിയിൽ കുടുക്കയിൽ പണം നിക്ഷേപിക്കുന്നത്. ഈ കുടുക്ക പല വഴിയിലൂടെ പണം നമുക്ക് ആകർഷിച്ച് നൽകുന്നതാണ്. വർഷത്തിന്റെ ആരംഭ ദിവസം പച്ച കർപ്പൂരവും ഏലക്കയും ചേർത്ത ഈ കുടുക്കയിൽ പണം ഇടുന്നതിലൂടെ നല്ല രീതിയിൽ ഇത് പണത്തെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തതായി വാങ്ങേണ്ട മംഗളകരമായ ദൈവികമായ വസ്തുവാണ് തേങ്ങ. ആത്മീയപരമായി തേങ്ങയ്ക്ക് ഒരുപാട് തത്വങ്ങളുണ്ട്. ശിവഭഗവാനെ പോലെ തേങ്ങയ്ക്കും 3 കണ്ണുകളാണുള്ളത്. സകല ദൈവങ്ങളുടെയും അർച്ചനയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് തേങ്ങ. മാത്രമല്ല ജനവശ്യം, പണവശ്യം കൂടാതെ ദൃഷ്ടി കഴിക്കുന്നതിനും താന്ത്രികപരമായി തേങ്ങ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ജനുവരി 1-ാം തീയതി മറക്കാതെ തന്നെ എല്ലാവരും ഒരു തേങ്ങയെങ്കിലും വാങ്ങുക. വാങ്ങിയ തേങ്ങ ഒരു ചുവന്ന തുണിയിൽ കെട്ടി നിങ്ങളുടെ വീടിൻ്റെ പൂമുഖ വാതിലിന് മുകളിലായി കെട്ടിയിടുകയോ, അല്ലെങ്കിൽ ഇനി പൂമുഖ വാതിലിൽ കെട്ടിയിടുവാൻ സാധിക്കാത്തവർ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ ലോക്കറിലോ അലമാരയിലോ ഈ തേങ്ങ വെക്കാവുന്നതാണ്. അതായത് പണം എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. 3 മാസം ഈ തേങ്ങ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 3 മാസത്തിന് ശേഷം ഈ തേങ്ങ എടുത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ, അതായത് തോടോ ആറോ നദിയോ ഉണ്ടെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് ലാഫിംഗ് ബുദ്ധ. ലാഫിംഗ് ബുദ്ധ വാങ്ങി നിങ്ങളുടെ വീടിന്റെ ഏതു ഭാഗത്തും വെക്കാവുന്നതാണ്. ലാഫിംഗ് ബുദ്ധ വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉറക്കമുണർന്ന് ആദ്യം തന്നെ കണ്ണു തുറന്ന് നോക്കുന്ന ആ ഒരു ഭാഗത്ത് ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം അല്ലെങ്കിൽ ആ സ്റ്റാച്ചു നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അതായത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ കാണുന്നതിലൂടെ വളരെ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. തുടർച്ചയായ കുറച്ച് ദിവസങ്ങൾ ലാഫിംഗ് ബുദ്ധയുടെ ചിരിച്ച ഈ ഒരു മുഖം നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാഫിംഗ് ബുദ്ധയുടെ കയ്യിൽ പണക്കിഴിയുള്ള വിഗ്രഹം നോക്കിയാണ് വാങ്ങേണ്ടത്. അതുപോലെ തന്നെ ചിരിച്ച ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹവുമാണ് വാങ്ങേണ്ടത്. ഇങ്ങനെയുള്ള വിഗ്രഹം നോക്കി വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. മാത്രമല്ല കയ്യിൽ പണക്കിഴിയുള്ള ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കുറയാത്ത അളവിൽ പണം നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ വീടിൻ്റെ ഏതു ഭാഗത്തും അല്ലെങ്കിൽ ഏതു മുറിയിലും ഈ വിഗ്രഹം വെക്കാവുന്നതാണ്. ഇനി വീട്ടിലുള്ള എല്ലാ മുറിയിലും ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം വാങ്ങി വെക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. ഈ വസ്തുക്കളിൽ എല്ലാം തന്നെ വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് എല്ലാം വാങ്ങാവുന്നതാണ്. അല്ലാത്തവർ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മാത്രം മതി. അതിലൂടെ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല വർഷം മുഴുവനും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നതുമാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹൃദയം നിറഞ്ഞ പുതുവർഷ ദിന ആശംസകൾ. എല്ലാവർക്കും ഈ പുതുവർഷം 2024 സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉയർച്ചയുടെയും വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.